നമസ്കാരം. KSRTC ഡ്രൈവർ യദുവിനെ ആക്രമിച്ചെന്ന പരാതിയിൽ മുൻ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ബാലുശ്ശേരി MLA KM സച്ചിൻ ദേവിനും തിരിച്ചടി. ഇരുവർക്കും കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. കേസിൽ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ നിന്ന് ഇവരെ ഒഴിവാക്കിയതിനെതിരെ യദു നൽകിയ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ടാണ് കോടതിയുടെ ഇടപെടൽ. ആര്യ രാജേന്ദ്രൻ അതുപോലെ സച്ചിൻ ദേവ്, ആര്യയുടെ സഹോദരന്റെ ഭാര്യ ആര്യ എന്നിവരോട് ഈ മാസം അഭിഭാഷകൻ മുഖേനയോ നേരിട്ടോ കോടതിയിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് അയച്ചത്. നേരത്തെ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ ആര്യ രാജേന്ദ്രന്റെ സഹോദരൻ അരവിന്ദിന്റെ മാത്രമാണ് പേരുൾപ്പെടുത്തിയിരുന്നത്. ആര്യയെയും സച്ചിൻ ദേവിനെയും ഉൾപ്പെടെയുള്ളവരെ കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കിയ നടപടി തള്ളണമെന്നും ഇവരെ കൂടി കേസിൽ പ്രതി ചേർക്കണമെന്നാണ് യദുവിന്റെ ആവശ്യം. ഈ ഹർജിയിലാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. കേസിലെ ഏറ്റവും നിർണായകമായ തെളിവായ ബസ്സിലെ CCTV മെമ്മറി കാർഡ് നശിപ്പിച്ചത് അന്നത്തെ കണ്ടക്ടർ സുബിനാണെന്ന് യദു തന്റെ പുതിയ ഹർജിയിൽ ആരോപിക്കുന്നു. ആര്യ രാജേന്ദ്രന്റെയും സച്ചിൻ ദേവിന്റെയും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് സുബിൻ ഇത് ചെയ്തതെന്നും അതിനാൽ സുബിനെ കൂടി പ്രതിയാക്കി പുനരന്വേഷണം നടത്തി പുതിയ കുറ്റപത്രം സമർപ്പിക്കണമെന്നും യദു ആവശ്യപ്പെട്ടു. സച്ചിൻ ദേവ് MLA ബസ്സിനുള്ളിൽ കയറി അക്രമം കാണിച്ചതിന്റെ ദൃശ്യങ്ങൾ ഈ മെമ്മറി കാർഡിൽ ഉണ്ടായിരുന്നുവെന്ന് യദു പറയുന്നുണ്ട്. സംഭവത്തിൽ മേയർക്കെതിരെ കേസെടുക്കാൻ പോലീസ് ആദ്യം വിമുഖത കാണിച്ചിരുന്നുവെന്നും പിന്നീട് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് FIR രജിസ്റ്റർ ചെയ്തതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പോലീസിന്റെ അന്വേഷണം പക്ഷപാതപരമായി എന്നാണ് യദു ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെമ്മറി കാർഡ് കണ്ടെത്തുന്നതിൽ പോലീസ് പരാജയപ്പെട്ടുവെന്നും യദു പറയുന്നുണ്ട്. മേയർ പദവിയിൽ നിന്ന് ആര്യ രാജേന്ദ്രൻ ഒഴിഞ്ഞ സാഹചര്യത്തിൽ അവർ ഇപ്പോൾ സാധാരണ പൗരയാണെന്നും കോടതി നടപടികളിൽ നിന്ന് ഇനി മാറി നിൽക്കാൻ കഴിയില്ലെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. തിരുവനന്തപുരം നഗരസഭയിൽ BJP അധികാരത്തിൽ വന്നാൽ യദുവിനെ മേയറുടെ ഡ്രൈവറായി നിയമിക്കുമെന്ന സോഷ്യൽ മീഡിയ പ്രചരണങ്ങളോട് താൻ നിലവിൽ ജോലിയില്ലാതെ ബുദ്ധിമുട്ടുകയാണെന്നും ഏത് ജോലി കിട്ടിയാലും ചെയ്യാൻ തയ്യാറാണെന്നും യദു വ്യക്തമാക്കിയിരുന്നു. പോലീസ് റിപ്പോർട്ട് തള്ളിക്കൊണ്ട് കോടതി നേരിട്ട് ഇടപെട്ടത് പരാതിക്കാരനായ യദുവിന് വലിയ ആശ്വാസമാണ് നൽകുന്നത്. കേസിൽ തുടർ നടപടികൾ ജനുവരിയിൽ കോടതി പുനഃപരിശോധിക്കും.